നിങ്ങൾ എപ്പോഴെങ്കിലും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളുടെ പരാതി പരിഗണിക്കാതെയോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയോ വരുന്ന സാഹചര്യം നേരിട്ടിട്ടുണ്ടോ? സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കുന്നതിന് വേണ്ടി പോലീസിലെ തന്നെ മേലധികാരികളെ സമീപിക്കും. എന്നിട്ടും നിങ്ങളുടെ പരാതിയിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്ന പക്ഷം നിങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടു എന്നാണോ അതിനർത്ഥം? എന്നാൽ മനസ്സിലാക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പരാതി പരിഗണിക്കുന്നതിനും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനുമായി നിയമ നടപടികളുണ്ട്. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ഇമെയിൽ വഴിയോ നിങ്ങളുടെ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുക. രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, ഇമെയിൽ മുതലായവ തെളിവിനായി ഉപയോഗിക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ പരാതിയുടെ സ്വഭാവം അനുസരിച്ച് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ചൈൽഡ് റൈറ്റ് കമ്മീഷൻ, വിമൻസ് കമ്മീഷൻ മുതലായ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കുക. ഇതൊന്നും ഫലപ്രദമായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെയും വഴികളുണ്ട്. അതായത് നിങ്ങൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാൻ കഴിയും. രേഖകളുമായി മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ കഴിയും. കോടതി പോലീസിന് നിങ്ങളുടെ കേസിന്മേൽ അന്വേഷണം നടത്തുന്നതിനുള്ള നിർദ്ദേശം നൽകും. അതുമല്ലെങ്കിൽ കോടതി നേരിട്ട് കേസെടുത്ത് നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഗുരുതരമായ കേസുകളിൽ ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനും കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കുക, പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പരാതി അവഗണിക്കപ്പെടുമ്പോൾ പരാതി പരിഗണിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കൂ.